സൺഡേ വീട്ടിൽ വെറുതെ ഇരിക്കുന്ന സമയത്താണ് ചേട്ടൻ പറഞ്ഞത് ചേട്ടൻ്റെ ഫോണൊന്ന് കംപ്ലയിൻ്റ് ആയിട്ടുണ്ട് അപ്പോൾ നന്നാക്കാൻ കൊടുക്കാൻ പോവാൻ പോരുന്നുണ്ടെങ്കിൽ കൂടെ പോരുന്നത്. കേട്ടപ്പോൾ അത് കേൾക്കാതെ പതി ഞാനും കുഞ്ഞുങ്ങളും ചാടി ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ. നമ്മൾ പോകുന്ന വൈപ്പിൻ റൂട്ടിലേക്കാണ്. അവിടുത്തെ ഒരു മൈജിയുടെ ഷോപ്പിൽ കൊടുക്കാമെന്നാണ് വിചാരിച്ചത്. അവിടെ ചെന്നപ്പോഴാണ് അവർ പറഞ്ഞത് ഓതറൈസ്ഡ് ഷോപ്പിൽ തന്നെ കൊടുക്കണം, ഒന്നുകിൽ ലുലു മാളിലാണ് അല്ലെങ്കിൽ വൈറ്റിലൊരു ഷോപ്പ് പറഞ്ഞു. നമ്മളപ്പോൾ നേരെ ലുലു മാളിലേക്ക് വിട്ടിട്ടുണ്ട്. കാർ പാർക്കിംഗ് ഒക്കെ ഫുള്ളായിരുന്നു. ഒരുവിധം കാറൊക്കെ പാർക്ക് ചെയ്ത് നമ്മൾ അകത്തേക്ക് കയറിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ നേരെ പോകുന്നത് കുഞ്ഞിക്കണ്ണ എന്തെങ്കിലും ടോയ്സ് വാങ്ങാമെന്ന് വിചാരിച്ചിട്ട് ടോയ് സെക്ഷനിലേക്കാണ്. വേറെ ഒന്നുമല്ല, അവൻ ആദ്യം എന്തെങ്കിലും കയ്യിലൊക്കെ ഒന്ന് എടുത്ത് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ ആൾ വേറെ ഒന്നും വേണമെന്ന് പറഞ്ഞ് വാശി പിടിക്കാറില്ല. അപ്പോൾ നമ്മൾ നോക്കുമ്പോൾ തോക്കാണ് കേട്ടോ. അപ്പോൾ ആൾക്ക് അത്ര ഇഷ്ടപ്പെട്ടിട്ടില്ലെങ്കിലും നമ്മൾ നിർബന്ധിച്ച് കഴിഞ്ഞപ്പോൾ ആൾ എടുത്തിട്ടുണ്ട്. ഒരുവിധം ആളെ അവിടെ നിന്ന് ഇറക്കിയിട്ടുണ്ട് കേട്ടോ. പിന്നെ നമ്മൾ പോയത് ഫാൻസി ഷോപ്പിലേക്കാണ്. അവിടെ ചെന്ന് കുറേ നേരം അവിടേക്ക് ഒന്ന് കറങ്ങി. പക്ഷേ സത്യം പറയുന്ന കേസ് ഒന്നും എടുത്തിട്ടില്ല. ഞാൻ പറഞ്ഞില്ലേ, എൻ്റെ മോനാണെങ്കിലും അത് കിട്ടിയോണ്ട് അവിടെ അടങ്ങി ഒതുങ്ങിയിരിക്കുന്നുണ്ട്, ഒരു ശല്യമില്ല. തിരിച്ച് വരുന്ന വഴി നമ്മൾ തറവാട് എന്നൊരു ഹോട്ടലിൽ കയറി അവിടുന്ന് ഫുഡ് കഴിച്ചു. ബിരിയാണി ഇല്ലാത്തതുകൊണ്ട് തന്നെ കുഞ്ഞിക്കണ്ണൊന്നും കഴിക്കാൻ പറ്റിയില്ല. അവൻ ചോറ് വേണ്ടെന്ന് പറഞ്ഞു. പിന്നെ ഒരു ഐസ്ക്രീം വാങ്ങിച്ചു കൊടുത്ത് അഡ്ജസ്റ്റ് ചെയ്തു. വരുന്ന വഴി അവന് കുഴിമന്തി വാങ്ങിച്ചു കൊടുത്തിട്ടോ. വേറെ ഒന്നും കഴിച്ചിട്ടുണ്ടായില്ല അവൾ. അവനും അപ്പോൾ ഹാപ്പിയായി. ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.